റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഓരോ വിഷയത്തിലെയും പ്രധാനപ്പെട്ട നിർവചനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു റിവിഷൻ വീഡിയോ ആണിത്. പരീക്ഷയിൽ മാർക്ക് ഉറപ്പാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭാഗമാണ് നിർവചനങ്ങൾ. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ നിർവചനങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ടൊരു 5 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, രണ്ടാമത്തേത്, 3, 4, 5. ഈ 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ പാഠത്തിലുള്ളതാണ് അല്ലേ? ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇതിനി കുറച്ചും കൂടി ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അഹ്കാമു ശർഇയ്യ, ആ 5 വിധികൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് വാജിബ് എന്നാൽ എന്ത് എന്നാണ്. വാജിബ് എന്നാൽ എന്താണ്? ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത്. അപ്പോൾ ചെയ്താൽ ഈ 2 കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിച്ചാൽ മതി. ചെയ്താൽ പ്രതിഫലം, ഒഴിവാക്കിയാൽ ശിക്ഷ. ഇനി രണ്ടാമത്തത് ഹറാമ് എന്നാൽ എന്ത് എന്നാണ്. ഹറാമ് എന്നാൽ എന്ത്, അഥവാ വാജിബിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇക്കാരം. ചെയ്താൽ ശിക്ഷ, കണ്ടില്ലേ? പ്രതിഫലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വന്ന്. പിന്നെ ഒഴിവാക്കിയാൽ കൂലി, ഒഴിവാക്കിയാൽ കൂലി. അപ്പോൾ ശിക്ഷൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വന്ന്, പ്രതിഫലത്തിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വന്ന്. അപ്പോൾ ചെയ്താൽ ശിക്ഷയും ഒഴിവാക്കിയാൽ കൂലിയുള്ളത്, അതാണ് ഹറാമ്. ഇനി മൂന്നാമത്തത് സുന്നത്ത് എന്നാൽ എന്ത്. സുന്നത്ത് എന്നാൽ ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതും. ചെയ്താൽ കൂലിയുണ്ട് എന്നാൽ ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ല, അത് ശ്രദ്ധിക്കുക. സുന്നത്ത്. നാലാമത്തത് കറാഹത്ത് എന്നാൽ എന്ത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയില്ല, ഒഴിവാക്കിയാൽ കൂലിയുണ്ട്, അഥവാ സുന്നത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സുന്നത്ത് ചെയ്താൽ കൂലി ഉണ്ട്, എന്നാൽ കറാഹത്ത്, സുന്നത്ത് ചെയ്താൽ കൂലിയുണ്ട്, ഒഴിവാക്കിയാൽ ശിക്ഷയില്ല. എന്നാലോ കറാഹത്ത് ചെയ്താൽ ശിക്ഷയില്ല, ഒഴിവാക്കിയ കൂലിയുണ്ട്. ഏകദേശം സുന്നത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരിക. സുന്നത്ത് ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതും. കറാഹത്ത് ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. പിന്നെ ഹലാൽ, അതൊന്നും പെടാത്ത, അഥവാ ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത്. ചെയ്താലും ശിക്ഷയില്ല, കൂലിയില്ല. ചെയ്യാതിരുന്നാൽ ശിക്ഷയില്ല, കൂലിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ശർഇയായ വിധികളുടെ നിർവചനങ്ങളായിട്ട് വരുന്നത്. ഇനി ഒന്നാമത്തെ പാഠത്തിൽ തന്നെ, ഇതും പാഠം 1-ലുള്ളതാണ്, ഇവിടെ പറയുന്ന 2 ഒന്നാമത്തെ പാഠത്തിൽ 2 കാര്യങ്ങൾ കൂടി ഉണ്ട്. എന്തൊക്കെയാണ്? അതിലൊന്ന് ഫർള് ഐന് എന്നാൽ എന്ത്, 2 ഫർള് കിഫായ എന്നാൽ എന്ത്. ഫർള് ഐന് എന്ന് പറഞ്ഞാൽ ഓരോ മുക്കല്ലഫിനും നിർബന്ധമായതാണ് ഫർള് ഐന്. ഇനി ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും. ആരും ചെയ്തില്ലെങ്കിലോ, ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഇതാണ് ഫർള് കിഫായ. അപ്പോൾ ഇത് ഫർള് ഐൻ എന്നാൽ എന്ത്, ഫർള് കിഫായ എന്നാൽ എന്ത്, ഇത് 2 നിർവചനങ്ങൾ. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഇപ്പോൾ നേരത്തെ 5 പറഞ്ഞു, ഇപ്പോൾ 2 കൂടി മൊത്തം 7 നിർവചനങ്ങൾ ഒന്നാമത്തെ പാഠത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് പാഠം 3-ൽ, മൂന്നാമത്തെ പാഠത്തിൽ ഇവിടെ കുറച്ച് നിർവചനങ്ങളുണ്ട്. മൂന്നാമത്തെ പാഠത്തിൽ ഇതൊക്കെ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. ഒന്നാമത്തേത് തൊഹൂർ എന്നാൽ എന്ത്, 2 ത്വാഹിർ എന്നാൽ എന്ത്, 3 നജിസ് എന്നാൽ എന്ത്, 4 മുസ്തഅമൽ എന്നാൽ എന്ത്, 5 മുത്തനജിസ് എന്നാൽ എന്ത്. ഇതൊക്കെ നമ്മൾ പിന്നെ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചത്. അഥവാ ആദ്യത്തെ ഈ 3 എന്താണ്? വെള്ളത്തിൻ്റെ 3 ഇനങ്ങളാണ്. തൊഹൂർ എന്നാൽ എന്ത്, അതാണ് ഒന്നാമത്തത്. എന്താണ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും. സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുണ്ട്. രണ്ടാമത്തത് ത്വാഹിറാണ്. ത്വാഹിർ എന്നാൽ എന്ത്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരിക. സ്വയം അല്ല, ഓപ്പോസിറ്റല്ല, പിന്നെ
ഈ അവസാനം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. അഥവാ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരിക. തൊഹൂർ എന്നാൽ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുണ്ട്. ത്വാഹിർ എന്നാൽ സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ എഴുതണം. മൂന്നാമത്തത് നജിസ്. നജിസ് എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയില്ല, സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. ഇതാണ് നജിസ്. പിന്നെ അതിൽ തന്നെ മുസ്തഅമൽ എന്നിപ്പോൾ 1, 2, 3 വെള്ളങ്ങളുടെ 3 ഇനങ്ങളും അതിൻ്റെ പിന്നെ നിർവചനം പറഞ്ഞു. ഇനി നാലാമത്തേത് മുസ്തഅമൽ എന്നാൽ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാഠത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. എന്താണ് മുസ്തഅമൽ എന്ന് പറഞ്ഞാൽ? ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേരാണ് മുസ്തഅമൽ. ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം, അതിന് പറയുന്ന പേരാണ് മുസ്തഅമൽ. ഇനി അതിലൊന്നും കൂടി ഉണ്ട്, അഞ്ചാമത്തത് മുത്തനജ്ജിസ് എന്നാൽ എന്ത്? മുത്തനജ്ജിസ് എന്ന് പറഞ്ഞാൽ നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേരാണ് മുത്തനജ്ജിസ്. അപ്പോൾ മൂന്നാമത്തെ പാഠത്തിൽ 5 നിർവചനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അതൊക്കെ പഠിക്കുക. ഇനി ഏഴാമത്തെ പാഠത്തിൽ കുറച്ച് നിർവചനങ്ങളുണ്ട്. ഏഴാമത്തെ പാഠത്തിൽ അത് പാഠം 7 ഒന്നാമത്തത് ഹൈൽ എന്നാലെന്ത്, 2 നിഫാസി എന്നാലെന്ത്, 3 ഇസ്തിഹാലത്ത് എന്നാലെന്ത്. ഹൈൽ, നിഫാസ്, ഇസ്തിഹാലത്ത്, ഇതാണ് ഏഴാമത്തെ പാഠത്തിലുള്ളത്. അതിൽ ഒന്നാമത്തത് ഹൈൽ എന്നാലെന്ത്? ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം. ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹൈൽ. പിന്നെ രണ്ടാമത്തത് നിഫാസ് എന്നാലെന്ത്? എന്താണ് നിഫാസ് എന്ന് പറഞ്ഞാൽ? പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണ്. പ്രസവം കഴിഞ്ഞ ശേഷം പുറപ്പെടുന്ന രക്തം എന്ന് എഴുതിയാൽ പോരാ, പ്രസവം കഴിഞ്ഞ് 15 ദിവസം കഴിയും മുമ്പ് എന്നുള്ള ഈ കാര്യം കൂടി അതിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമത്തത് ഇസ്തിഹാലത്ത് എന്നാലെന്ത്? ഇസ്തിഹാലത്ത് പറഞ്ഞാൽ ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തം. ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണ് എന്ത്? നിഫാസ്. അപ്പോൾ ഏഴാമത്തെ പാഠത്തിൽ ഈ 3 നിർവചനങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നാലാമത്തെ പാഠത്തിൽ ഒരു 3 കാര്യങ്ങൾ കൂടി ഉണ്ട്. നിർവചനം എന്നുള്ള രീതിയിലൊക്കെ ഇത് ചോദ്യം വരാറുണ്ട്, അല്ലെങ്കിൽ വ്യക്തമാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം വരാറുണ്ട്, എന്ന് ശ്രദ്ധിക്കുക. ഇത് പാഠം 4-ലാണുള്ളത്. അതിൽ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് എന്താണ്? മുഗല്ലദ് എന്നാൽ എന്ത്? മുഗല്ലദ് എന്ന് പറഞ്ഞാൽ നായ, പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ, ഇവയാണ് മുഗല്ലദ്. പിന്നെ രണ്ടാമത്തത് മുത്തവസ്സിത്ത് എന്നാൽ എന്ത്? മുത്തവസ്സിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്നാലെന്തൊരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിലല്ല, എങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. അതിലുള്ള മുത്തവസ്സിത്ത് എന്ന് പറഞ്ഞാൽ അതിലുള്ള ആ നജസ്സുകളൊക്കെയാണ് പറയുന്നത്. മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മതിയു, വതിയു, മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളി, ഇവ അല്ലാത്തതിൻ്റെ ശവം, ലഹരി ദ്രാവകങ്ങൾ, ഇതൊക്കെയാണ് മുത്തവസ്സിത്ത്. ഇപ്പോൾ മുത്തവസ്സിത്ത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ മൂന്നാമത്തത് മുഖഫഫ് എന്നാൽ എന്ത്? മുഖഫഫ് എന്ന് പറഞ്ഞാൽ പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫ്. പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫ്. ഈ മുഖഫഫൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അത് ഒക്കെ ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്താലോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാലല്ലാതെ ഒന്നും കഴിക്കാത്ത, പിന്നെ 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ്. അപ്പോൾ നാലാമത്തെ പാഠത്തിൽ ഇങ്ങനൊരു 3 നിർവചനങ്ങൾ വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക, പഠിക്കുക. ഇനി അടുത്തതായിട്ടൊന്ന് വന്നിട്ടുള്ളത് എന്താണ്? അർക്കാനു സ്വലാ എന്നാൽ എന്ത്? ഇത് 10ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. അർക്കാനു സ്വലാ എന്നാൽ എന്ത്? എന്താണ് അർക്കാനു സ്വലാ എന്ന് പറഞ്ഞാൽ? നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സ്വഹീഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനു സ്വലാ. നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സ്വഹീഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനു സ്വലാ. നിസ്കാരത്തിൽ പെട്ടതാണ്, അത് ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ പെടാത്തതും അതില്ലാതെ നിസ്കാരം സ്വഹീഹാവാത്തതുമായ കാര്യങ്ങൾ എന്നാണെങ്കിൽ അതിന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന് ഷുറൂത്തു സ്വലാ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാണ് പറയുക. ഓക്കെ. ഇനി മറ്റൊന്ന് വന്നിട്ടുള്ളത് ഖിയാം എന്നാൽ എന്ത് എന്നാണ്. ഖിയാം ഇതിപ്പോൾ നിസ്കാരത്തിൻ്റെ ഫർളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൽ 11ാമത്തെ പാഠത്തിലാണതുള്ളത്.
പാഠം 11. അതിൽ ഖിയാം എന്നാൽ എന്ത് എന്ന് വരുന്നുണ്ട്. എന്താണ് ഖിയാം എന്നാൽ? നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ. ഇതാണ് ഖിയാം. നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ. ഇനി മറ്റൊന്ന് റുക്കൂ എന്നാൽ എന്ത്? അത് പിന്നെ പാഠം 13 വരുന്നത്. റുക്കൂവും അതേപോലെ ഇത്തിദാലും പാഠം 13 വരുന്നത്. പാഠം 13 ഒന്ന് റുക്കൂ എന്നാൽ എന്ത്? റുക്കൂ എന്നാൽ എന്താണ്? 2 ഉള്ളൻ കൈ മുട്ടിൻകാലിൽ എത്തുന്ന നിലയിൽ കുനിയലാണ് റുക്കൂ. 2 ഉള്ളൻ കൈ മുട്ടിൻകാലിൽ എത്തുന്ന നിലയിൽ കുനിയൽ. പിന്നെ ഇത് 2 ഉള്ളൻ കൈ മുട്ടിൻകാലിൽ എത്തുന്ന നിലയിൽ കുനിയൽ. ഇത്തിദാൽ എന്നാൽ എന്ത്? ആ പാഠത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും പാഠം 13 പാഠം 13. പിന്നെ ഇത്തിദാൽ എന്നാൽ എന്ത്? റുക്കൂഇന് മുമ്പ് അവനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് ഇത്തിദാൽ. റുക്കൂഇന് മുമ്പ് അവനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് ഇത്തിദാൽ. അപ്പോൾ അത് രണ്ടും 13 പാഠത്തിലുള്ളത്. അടുത്തതൊന്ന് തുമഅനീനത്ത് എന്നാൽ എന്ത് എന്ന് വരുന്നുണ്ട്. അത് പാഠം 14 പറയുന്നുണ്ട്. തുമഅനീനത്ത് എന്നാൽ എന്ത്? എന്താണ് തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ? റുക്കൂഅ്, ഇത്തിദാൽ, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം, ഇവയിൽ ചലനങ്ങൾ അടങ്ങൽ. ഇതാണ് തുമഅനീനത്ത്. അപ്പോൾ തുമഅനീനത്ത് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം: റുക്കൂഅ്, ഇത്തിദാൽ, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം, ഇവയിൽ ചലനങ്ങൾ അടങ്ങൽ. അപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ പിന്നെ തുമഅനീനത്ത് വേണ്ട സ്ഥലങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ റുക്കൂഅ്, ഇത്തിദാൽ, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം, ഈ 4 കാര്യങ്ങളതിൽ വേണം. ഇനി മറ്റൊന്ന് വന്നിട്ടുള്ളത് തറാവീഹ് എന്നാൽ എന്ത് എന്നാണ്. ഇത് പിന്നെ പാഠം 17 പറയുന്നുണ്ട്. തറാവീഹ് എന്നാൽ എന്ത്? എന്താണ് തറാവീഹ് എന്ന് പറഞ്ഞാൽ? റമദാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന 20 റക്അത്ത് നിസ്കാരത്തിനാണ് തറാവീഹ് എന്ന് പറയുന്നത്. റമദാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന 20 റക്അത്ത് നിസ്കാരത്തിനാണ്. 20 റക്അത്ത് നിസ്കാരം എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് 17 പാഠത്തിൽ അങ്ങനെ ഒന്നുണ്ട്. ഇനി 19 പാഠത്തിൽ 3-4 പിന്നെ താരീഫുകൾ അഥവാ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഈ പറയുന്നത് മുഴുവൻ 19 പാഠത്തിലുള്ളതാണ്. അഥവാ ഖസ്ർ എന്നാലെന്ത്, ജം എന്നാലെന്ത്, ജംഉ തഖീർ എന്നാലെന്ത്, ജംഉ തഖ്ദീം എന്നാലെന്ത്. അപ്പോൾ അതിലൊരു 4 വരുന്നുണ്ട്. ഇതൊക്കെ പാഠം 19 അതിലൊന്ന് ഖസ്ർ എന്നാലെന്ത്? ഖസ്ർ എന്നാലെന്ത്? 4 റക്അത്തുള്ള നിസ്കാരം 2 ചുരുക്കി നിസ്കരിക്കൽ. 4 റക്അത്തുള്ള നിസ്കാരം 2 ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയാം. ഇനി ജം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തേത് ജം എന്ന് പറഞ്ഞാൽ ളുഹ്ർ, അസർ എന്നിവയെ 2-1 ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. ളുഹ്ർ, അസർ എന്നിവയെ 2-1 പിന്നെ ളുഹ്ർ, അസർ, പിന്നെ മഗ്രിബ്, ഇശാ എന്നിവയെ 2-1 സമയത്ത് നിസ്കരിക്കലാണ്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ളുഹ്ർ, അസർ 2-1, മഗ്രിബ്, ഇശാ 2-1. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ തന്നെ നമുക്കത് എഴുതാൻ വയ്ക്കും. ളുഹ്ർ, അസർ എന്നിവ 2-1, മഗ്രിബ്, ഇശാ എന്നിവയെ 2-1 സമയത്ത് നിസ്കരിക്കലാണെന്ത്? ജം. അപ്പോൾ ജം കഴിഞ്ഞു. ഖസ്ർ നമ്മൾ പറഞ്ഞു. ഖസ്ർ പറഞ്ഞാൽ ചുരുക്കാന്ന് മനസ്സിൽ വെക്കുക. എന്നിട്ട് നോക്കുക, 4 റക്അത്തുള്ളത് 2 ചുരുക്കി നിസ്കരിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ 3 ജംഉ തഖീർ എന്നാലെന്ത്? തഖീർ പറഞ്ഞാൽ പിന്തിക്കലാണ്. ആ വാക്കൊന്ന് മനസ്സിൽ വെക്കുക. തഖീർ പിന്തിക്കുക, തഖ്ദീം പറഞ്ഞാൽ മുന്തിക്കുക. ഈ 2 വാക്ക് നമ്മളെ മനസ്സിൽ അതിൻ്റെ അർത്ഥം മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ എഴുതാൻ മതി. എങ്ങനെ? ളുഹ്ർ അസറിൻ്റെയും തഖീർ പറഞ്ഞാൽ പിന്തിക്കലാണല്ലോ. അപ്പോൾ അതിൽ അസർ, ളുഹ്ർ അസർ നോക്കുമ്പോൾ അസറാണല്ലോ രണ്ടാമത് വരുന്നത്, അവസാനം വരുന്നത്, പിന്തി വരുന്നത് അസറാണല്ലോ. അപ്പോൾ ളുഹ്ർ അസറിൻ്റെയും. ഇനി അപ്പോൾ അത് രണ്ടും. ഇനി മഗ്രിബ്, ഇശാ, അതിൽ മഗ്രിബ്, ഇശായിൽ ഇശാ ആണല്ലോ പിന്തി വരുന്നത്. അപ്പം മഗ്രിബ് ഇശാഇൻ്റെയും സമയത്തേക്ക് പിന്തിച്ച് നിസ്കരിക്കലാണ്. ചുരുക്കി പറഞ്ഞാൽ ളുഹ്ർ അസറിൻ്റെ സമയത്ത് നിസ്കരിക്കുക, മഗ്രിബ് ഇശാഇൻ്റെ സമയത്ത് നിസ്കരിക്കുക. അപ്പം ഇങ്ങനെ ളുഹ്ർ അസറിൻ്റെയും മഗ്രിബ് ഇശാഇൻ്റെയും സമയത്തേക്ക് പിന്തിച്ച് നിസ്കരിക്കലാണ് ജംഉ തഖീർ. ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് ആക്കുമ്പോൾ ജംഉ തഖ്ദീം ആവും. തഖ്ദീം പറഞ്ഞാൽ മുന്തിക്കൽ എന്നാണ്.
നോക്കൂ, നേരത്തെ ലുഹുർ അസർ പറഞ്ഞപ്പോൾ ഇവിടെ അസർ ലുഹുർ പറഞ്ഞു. അസർ ലുഹറിൻ്റെ സമയത്ത് അസറും ലുഹറും നോക്കുമ്പോൾ ഏതാണ് ഫസ്റ്റ് വരുന്നത്? പിന്നെ ഏതാണ് ആദ്യം നിസ്കരിക്കേണ്ട? ഏതാണ്? തഖ്ദീം പറഞ്ഞാൽ മുന്തിക്കാണല്ലോ. അപ്പോൾ അസർ എന്ത് ചെയ്യും? ലുഹറിൻ്റെ സമയത്ത് നിസ്കരിക്കും. അതേപോലെ തന്നെ ഇഷാ മഗ്രിബിൻ്റെ സമയത്ത് നിസ്കരിക്കും. അസർ ലുഹറിൻ്റെയും ഇഷാ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലാണ് ജംഉ തഖ്ദീം. അപ്പോൾ ജംഉ തഖീർ പിന്തിച്ചിട്ടാണ്, ജംഉ തഖ്ദീം മുന്തിച്ചിട്ടാണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, എന്നാൽ കൃത്യമായിട്ട് എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. പരീക്ഷയിൽ ഉന്നതമായ വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.